ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഗുഡ് ഈവനിങ്. ഇറാൻ ഇസ്രായേൽ വാർ വളരെ മൂർച്ഛിച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് നമ്മളിപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇതുവരെ ഇരുഭാഗത്തു നിന്നും ഉള്ള അറ്റാക്കും കൗണ്ടർ അറ്റാക്കിനൊന്നും യാതൊരു ശമനവും ഉള്ളതായിട്ടും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സമാധാന ചർച്ചകൾക്ക് അല്ലെങ്കിൽ തുടക്കം കുറിക്കുന്ന രീതിയിലൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രധാനപ്പെട്ട രാജ്യങ്ങൾ, അമേരിക്ക മുതലുള്ള പ്രധാനപ്പെട്ട രാജ്യങ്ങൾ തയ്യാറെടുക്കുന്ന ഒരു കാഴ്ചയൊന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഇരു രാജ്യങ്ങളും ശക്തമായിട്ടുള്ള ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും ഇരുഭാഗത്തോട്ട് നടത്തുന്നുണ്ട്. അപ്പം ഇതിൻ്റെ വെളിച്ചത്തിലാണ് നമുക്ക് ഈ ഒരു ടോപ്പിക് നമുക്കിവിടെ ചർച്ച ചെയ്യാനുള്ളത്. അതായത് ഈ സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസ് എന്ന് പറയും. സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസ് എന്നാൽ ഹോർമൂസ് കടലെടുക്ക്. അത് പേർഷ്യൻ ഗൾഫിലുള്ളതാണ്. ഇറാന് നല്ല സ്വാധീനമുള്ളൊരു മേഖലയാണ് ഇവിടെ. ഏകദേശം ഒമാൻ്റെയും യു എയുടെയും അതുപോലെ തന്നെ ഈ ഭാഗത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സൗദിയൊക്കെ വരും. അപ്പോൾ സൗദിക്കും ഒക്കെ തന്നെ വളരെ സ്വാധീനമുള്ളൊരു മേഖലയാണ് ഇവിടെ. പ്രത്യേകിച്ച് ഇറാന് നല്ല ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ ഒരു കൺട്രോളിങ് പവറുള്ളൊരു മേഖലയാണ് സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഇതുപോലുള്ള ക്രിട്ടിക്കലായിട്ടുള്ള സമയത്ത് ഇറാന് തീർച്ചയായിട്ടും ഈ ഒരു കടലിടുക്കിനെ അവർക്ക് നിയന്ത്രണ വിധേയമാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം ഇറാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് ലോകത്തിലെ വ്യാപാരത്തെ, എണ്ണയുടെ പിന്നെ ഒഴുക്കിനെയൊക്കെ ഭയങ്കരമായിട്ട് ബാധിക്കുന്ന ഒരു പ്രശ്നമായി തീരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഹോർമൂസ് തന്ത്രം ഇറാന്റെ പക്കലുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് എത്രത്തോളം ഇറാന് ഉപയോഗിക്കാൻ കഴിയും, അല്ലെങ്കിൽ ഇറാൻ ഉപയോഗിക്കാൻ അതിന് തയ്യാറാകുമോ എന്നുള്ളതാണ് നമുക്കിവിടെ ഒന്ന് ചർച്ച ചെയ്യാൻ കഴിയുന്നത്. പേർഷ്യൻ ഗൾഫിലേക്ക് പ്രവേശിക്കാനുള്ള ഗൾഫ് ഓഫ് ഒമാൻ വഴി പേർഷ്യൻ ഗൾഫിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു നേരിയ പാതയാണത്. 33 കിലോമീറ്ററാണ് കടലിടുക്കിന്റെ വീതി എന്നാണ് പറയുന്നത്. ജലപാത ഇതിലും ഇടുങ്ങിയതാണ്. അപ്പം ഈ പറഞ്ഞ ജലപാതയിലെ തടസ്സങ്ങൾ ഉണ്ടാക്കുവാൻ ഇറാന് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു രൂക്ഷമായിട്ടുള്ള പ്രശ്നത്തിലേക്ക്, എന്നുവെച്ചാൽ ആഗോള സമ്പദ് വ്യവസ്ഥയെ തന്നെ അത് ബാധിക്കുവാൻ സാധ്യതയുള്ളൊരു പ്രശ്നമായി മാറും എന്നാണ് ഇപ്പോഴത്തെ വിലയിരുത്തലല്ല, നേരത്തെ മുതൽ തന്നെ ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസും ഇറാനും തമ്മിലുള്ളൊരു റിലേഷനെ കുറിച്ച് പല സ്ട്രാറ്റജിസ്റ്റും ജിയോ പൊളിറ്റിക്കൽ എക്സ്പേർട്സും ഒക്കെ തന്നെ സംസാരിക്കാറുണ്ടായിരുന്നു. ഇവിടെ നമുക്ക് ഓരോ ദിവസം കഴിയുന്നതും യുദ്ധം രൂക്ഷമാവുകയാണ്. ആദ്യമൊക്കെ ഇറാന്റെ മുൻനിരയിലുള്ള നേതാക്കളെയൊക്കെ ഇസ്രായേലിനെ കുറേയൊക്കെ എലിമിനേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ കൊല്ലാനോ ഒക്കെ തന്നെ സാധിച്ചിട്ടുണ്ട്. ഇറാനും വളരെ ശക്തമായിട്ടുള്ള തിരിച്ചടി ഇസ്രായേലിന്റെ മുകളിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലിന്റെ ക്യാപിറ്റലായിട്ടുള്ള തലസ്ഥാനമായിട്ടുള്ള ടെൽ അവീവിലും മറ്റ് പ്രധാനപ്പെട്ട ഹൈഫ എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ തന്നെ വളരെ ശക്തമായിട്ടുള്ള സ്ഫോടനങ്ങളും അല്ലെങ്കിൽ പ്രത്യാക്രമണങ്ങളും ഒക്കെ തന്നെ നടത്തുവാൻ ഇറാനും കഴിയുന്നുണ്ട്. തന്ത്രപ്രദമായിട്ടുള്ള ഇസ്രായേലിലെ കേന്ദ്രങ്ങളൊക്കെ തന്നെ ഇറാന്റെ മിസൈൽ കൊണ്ട് അവർക്ക് ആക്രമിക്കാൻ സാധിച്ചിട്ടുണ്ട്. മധ്യസ്ഥതയ്ക്ക്, അതായത് ഈ പറഞ്ഞ ഒരു സമാധാന ചർച്ചയ്ക്ക് ഉള്ളൊരു നീക്കം അണിയറയിൽ പല രാജ്യങ്ങളും നടത്തുന്നുണ്ടെങ്കിലും പക്ഷേ അതിന് കാര്യമായിട്ടുള്ളൊരു ഫലമൊന്നും ഇതുവരെ നമുക്ക് കാണുവാൻ സാധിച്ചിട്ടില്ല. യുദ്ധം തുടർന്നുകൊണ്ട് പോകരുത്, കാരണം നമ്മളെപ്പോലുള്ള രാജ്യത്തിന് ഒക്കെ തന്നെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി വെക്കുന്നതാണ്. അത് നമുക്കെല്ലാവർക്കും അറിയാം. ഇരുഭാഗത്തുമുള്ള സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ജീവന് ഹാനി വരുന്നതാണ്. കുട്ടികൾ, അതുപോലെ തന്നെ നിസ്സഹായരായിട്ടുള്ള ആൾക്കാരെല്ലാം തന്നെ അവരുടെ ജീവൻ ഭീഷണി ഉണ്ടാകുന്നു, ജീവൻ നഷ്ടപ്പെടുന്നു. ഇതൊന്നും ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. ഏത് രാജ്യത്തെ ഏത് ജനമായാലും ശരി, അത് ഇസ്രായേലിലെ ജനമായാലും ശരി, ഇറാനിലെ ജനമായാലും ശരി, സിറിയയിലായാലും ശരി, എവിടുത്തെ ജനങ്ങളായാലും ശരി, ആരും തന്നെ ഈ യുദ്ധത്തിന്റെ കെടുതികൾ അനുഭവിക്കുവാൻ കാരണമാകരുത് എന്നുള്ളതാണ് നമ്മളുടെ അഭിപ്രായം. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് യുദ്ധം നിൽക്കുകയും ഇരു രാജ്യങ്ങളും തമ്മിൽ സമാധാനം പുനഃസ്ഥാപിക്കുവാൻ ഉള്ള നീക്കങ്ങൾ ഏതെങ്കിലും ഒരു രാജ്യം അല്ലെങ്കിൽ ഒരു കൂട്ടം രാജ്യങ്ങൾ മുൻകൈ എടുത്ത് മുന്നോട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്ക് വെൽക്കം ചെയ്യാം. തീർച്ചയായിട്ടും സമാധാനം ഉണ്ടാകട്ടെ എന്ന് കാംക്ഷിച്ചുകൊണ്ട്, ആഗ്രഹിച്ചുകൊണ്ട്, പ്രതീക്ഷിച്ചുകൊണ്ട്
നമുക്ക് ഈ ടോപ്പിക്കിനെ കുറിച്ച് അല്പം സംസാരിക്കാം. അപ്പോൾ ഇസ്രായേലിൻ്റെ മേൽ സമ്മർദ്ദം ചെലുത്താൻ ഇറാൻ തീർച്ചയായും ശ്രമിക്കുന്നുണ്ട്. കാരണം ഇരു രാജ്യങ്ങൾക്കും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞു. ഒരിക്കലും കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയാത്ത രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഇരു രാജ്യങ്ങൾക്കും ഉണ്ടായിക്കഴിഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും ഇസ്രായേലും അമേരിക്കയോട് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു കളത്തിലിറങ്ങുവാനും ഇസ്രായേലിൻ്റെ ഒപ്പം നിന്ന് ഇറാനെതിരെ യുദ്ധം ചെയ്യാനും. അപ്പോൾ തീർച്ചയായിട്ടും ഇസ്രായേൽ ഫേസ് ചെയ്യുന്ന സമ്മർദ്ദം എത്രത്തോളമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഇറാൻ്റെ ഭാഗത്തു നിന്നും ഇറാൻ പല രാജ്യങ്ങളോടും പറയുന്നുണ്ട്, വെടിനിർത്തലിനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, പറയുന്നുണ്ട്. പക്ഷേ ഒന്നും ഫലവത്തായിട്ടില്ല എന്ന് വേണം നമുക്ക്. കാരണം യുദ്ധം തീർച്ചയായിട്ടും ഇതൊന്നും ഈ ഇപ്പം ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുള്ള യുദ്ധം അത് കൺട്രോൾ ചെയ്യുന്നത് അമേരിക്കൻ അല്ലെങ്കിൽ പാശ്ചാത്യ എന്താണ് പറയുന്നത് വെസ്റ്റേൺ ക്യാപിറ്റലിൽ നിന്നാണെന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാം. കാരണം ഇസ്രായേൽ ചെയ്യുന്ന യുദ്ധം ഇസ്രായേലിൻ്റെ യുദ്ധമല്ല, ഇസ്രായേലിന് വേണ്ടിയല്ല, അമേരിക്കയ്ക്കും നേറ്റോയ്ക്കും വേണ്ടിയാണ് ഇസ്രായേൽ ചെയ്യുന്ന യുദ്ധം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇറാനെ കൺട്രോൾ ചെയ്യുന്ന ശക്തിയുണ്ട്. തീർച്ചയായിട്ടും ആ ശക്തികളും അത്ര പെട്ടെന്നൊന്നും പുറമോട്ട് അല്ലെങ്കിൽ പിന്മാറുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കുന്നില്ല, ഒരു ലക്ഷണവും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഡൊണാൾഡ് ട്രംപ് ചില എന്താണ് പറയുന്നത്, ചില ഭീഷണികളും അല്ലെങ്കിൽ വാണിങ്ങുകളും ഒക്കെ ഇറാൻ കൊടുക്കുന്നുണ്ട്. പക്ഷേ എന്നാലും ഇതുവരെ അമേരിക്ക നേരിട്ട് യുദ്ധത്തിൽ പങ്കെടുക്കുവാൻ വേണ്ടി തയ്യാറായി മുന്നോട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പിക്ചർ. അപ്പോൾ ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൽ ഇറാൻ ഏതെങ്കിലും രീതിയിലുള്ള സമ്മർദ്ദ തന്ത്രങ്ങൾ പ്രയോഗിക്കുകയാണെങ്കിൽ അത് ഇന്ത്യ പോലുള്ള രാജ്യത്തിന്, ഇന്ത്യ, ചൈന എന്ന് പറയുന്ന രാജ്യങ്ങൾക്കെല്ലാം തന്നെ വളരെയധികം പിന്നെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി വെക്കുന്ന ഒരു സംഭവമായിരിക്കും. അപ്പോൾ ഇസ്രായേലിന് മേൽക്കൈ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കത് പറയാൻ കഴിയത്തില്ല. കാരണം ഇസ്രായേൽ ഇറാനിൽ നടത്തുന്ന ആക്രമണത്തെ പോലെ തന്നെ ശക്തമായിട്ടുള്ള തിരിച്ചടി ഇസ്രായേലിനും ഇറാൻ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ യുദ്ധത്തിൽ ഇതുവരെ നമുക്ക് ആർക്ക് പിന്നെ പൂർണ്ണമായിട്ടുള്ളൊരു മേൽക്കൈ ഉണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. കാരണം ഒരുപക്ഷെ ഇസ്രായേൽ ഇത്രയും കരുതി കാണത്തില്ല, അല്ലെങ്കിൽ ഇസ്രായേലിനെ നിയന്ത്രിക്കുന്ന അമേരിക്കയും പാശ്ചാത്യ നേറ്റോ രാജ്യങ്ങൾ ഇത്രയും പ്രതീക്ഷിച്ച് കാണത്തില്ല. പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ടുള്ള ഈ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രീഎംറ്റീവായിട്ടുള്ള മുന്നേകൂട്ടിയുള്ള ഒരു ആക്രമണത്തോട് ഇറാൻ ഒരുപക്ഷെ പിന്നെ മുട്ടുമടക്കുന്നുള്ള പ്രതീക്ഷയായിരുന്നു ഇസ്രായേലിൻ്റെയും ഇസ്രായേലിനെ നയിക്കുന്ന അമേരിക്കയുടെയൊക്കെ പ്രതീക്ഷ. പക്ഷേ അതിന് വിരുദ്ധമായിട്ട് ഇറാൻ ശക്തമായി തിരിച്ചടിക്കുകയും യുദ്ധം ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നീണ്ടു നിൽക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ ഗൾഫ് മേഖലയിലെ എണ്ണ വിതരണത്തിൻ്റെ സിംഹഭാഗവും ഈ ഹോർമൂസ് കടലിടുക്ക് അല്ലെങ്കിൽ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൽ കൂടെയാണ് പോകുന്നത്. ഗൾഫ് മേഖല എന്ന് പറഞ്ഞാൽ സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ഇറാഖ്, ഈവൻ ഇറാൻ പോലുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള എല്ലാ എണ്ണത്തിൻ്റെ വിതരണം അല്ലെങ്കിൽ ട്രാഫിക് നടക്കുന്ന ഈ പറഞ്ഞൊരു സ്ഥലത്തിലാണ്, സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൽ കൂടാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഏതെങ്കിലും തരത്തിൽ ഇറാൻ അതിനെ ഡിസ്റപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഈ പറഞ്ഞ എണ്ണ എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങൾക്കും എണ്ണ മേടിക്കുന്ന രാജ്യങ്ങൾക്കും ഒക്കെ തന്നെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പോൾ അങ്ങനെ ഒരു നീക്കം നടത്തുകയാണ്. അതായത് ഇറാനും മറ്റ് മാർഗങ്ങളൊന്നും ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും അറ്റകൈ പ്രയോഗം എന്ന രീതിയിൽ ഈ പറഞ്ഞ ഒരു നീക്കം നടത്താൻ സാധ്യത ഉണ്ടാകാം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ലോകത്തെ എണ്ണ കയറ്റുമതിയുടെ 20% ഈ പറഞ്ഞ ഹോർമൂസ് കടലിടുക്കിൽ കൂടാണ് പോകുന്നത്. അപ്പോൾ ഇന്ത്യയും ചൈനയും എല്ലാം ഇതിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. ഈ റൂട്ടുകളുള്ള കപ്പലുകൾക്ക് ഉള്ള സഞ്ചാരം നഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ തടസ്സപ്പെട്ട് കഴിഞ്ഞാൽ അത് ആഗോള എണ്ണ വിതരണത്തെ ബാധിക്കും. ആഗോളതലത്തിൽ എണ്ണ വില കൂടുവാനും അതുപോലെ തന്നെ നമ്മളെപ്പോലുള്ള രാജ്യങ്ങൾക്ക് അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി വെക്കുകയൊക്കെ ചെയ്യും. പേർഷ്യൻ ഗൾഫിലേക്ക് പ്രവേശിക്കാനുള്ള നേരിയ പാതകളാണത് പറഞ്ഞാൽ ഏകദേശം 55-90 കിലോമീറ്ററാണ് ഹോർമൂസ് കടലിടുക്കിൻ്റെ വീതി. ജലപാത ഇതിലും ഇടുങ്ങിയതാണ്. അപ്പോൾ ഈ പാതയിൽ തടസ്സങ്ങൾ ഉണ്ടാക്കാൻ ഇറാനെ സംബന്ധിച്ച് വളരെ എളുപ്പമാണ്. തടസ്സങ്ങൾ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ അത് മറ്റു രാജ്യങ്ങൾക്ക് വലിയൊരു ബുദ്ധിമുട്ടുമാകും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യ നിലവാരം. അപ്പോൾ പാതയിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കാതെ നേവൽ ബ്ലോക്കേഡ്, അവരുടെ നേവിയെ കൊണ്ട് ബ്ലോക്കേഡ് ഉണ്ടാക്കാം. നേവൽ ബ്ലോക്കേഡ് എന്ന് പറയും. അതുപോലെ തന്നെ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള പിന്നെ നേവൽ അറ്റാക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള അറ്റാക്കുകളോ അവർ നടത്തിക്കഴിഞ്ഞാൽ പിന്നെ ഈ മേഖല കൂടുതൽ സംഘർഷഭരിതമാകും. പണ്ട് ഇറാനും ഇറാഖും തമ്മിലുള്ള യുദ്ധ സമയത്ത് ഇരു രാജ്യങ്ങളും ഇതുവഴി പോരുന്ന കപ്പലുകളെ ആക്രമിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ അന്ന് ജലപാത പൂർണ്ണമായിട്ടും അടയ്ക്കപ്പെട്ടിരുന്നില്ല. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഈ ഒരു പാതയുടെ പേരിൽ ഇറാൻ തുടർച്ചയായിട്ടുള്ള ഭീഷണി മുഴക്കുന്നുണ്ട്. അതായത് ഇറാനെ ആക്രമിച്ചു കഴിഞ്ഞാൽ ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് പിടിച്ചടക്കുകയും അല്ലെങ്കിൽ അവരുടെ സ്വാധീനത്തിലാക്കുകയും അവർക്ക് അവരുടെ നേവൽ ബ്ലോക്കേഡ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയും ഈ പറഞ്ഞ ഗ്ലോബൽ ട്രേഡിനെ, പ്രത്യേകിച്ച് എനർജി ട്രേഡിനെ അവർക്ക് ബ്ലോക്ക് ചെയ്യാൻ സാധിക്കും എന്നൊക്കെയുള്ള ഭീഷണി ഇറാൻ കുറച്ച് നാളായിട്ട് അവർ മുഴക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്.
അപ്പോൾ പണി കിട്ടുന്നത് ഇന്ത്യയെ പോലുള്ള ചൈനയെ പോലുള്ള രാജ്യങ്ങൾക്കാണ്. കാരണം ഇരു രാജ്യങ്ങളുടെയും എണ്ണ വ്യാപാരങ്ങൾ, കാരണം നമുക്ക് എണ്ണ ഗൾഫിൽ നിന്നുള്ള എണ്ണ വരണമെങ്കിൽ ഈ പറഞ്ഞ സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസ് കൂടെ വെള്ളമെടുത്ത് വരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസിൽ ഇറാൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ചൈന ഇറാൻ ഒപ്പം നിൽക്കുന്ന രാജ്യമാണ്. അപ്പം ചൈനയ്ക്കും പണി കിട്ടും. എണ്ണ ഇറക്കുമതിയിൽ ഏകദേശം ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യമാണ്. ഒന്നാം സ്ഥാനം അല്ലെങ്കിൽ രണ്ടാം സ്ഥാനം. അമേരിക്ക ഒന്നാം സ്ഥാനമാണെങ്കിൽ ചൈനയ്ക്കായിരിക്കും രണ്ടാം സ്ഥാനം. അപ്പം ഈ ആദ്യത്തെ മൂന്ന് രാജ്യങ്ങൾ അമേരിക്ക, ചൈന, ഇന്ത്യയാണ്. അപ്പോൾ ഒന്നാമത്തെ സ്ഥാനം അമേരിക്കയാണെന്ന് തോന്നുന്നു. നേരത്തെ അമേരിക്കയ്ക്കായിരുന്നു വളരെ റീസെൻറ്റ് ടൈം വരെ. ഇപ്പോൾ അത് ചേഞ്ച് ആയിട്ടുണ്ടോയെന്ന് അറിയില്ല. പക്ഷേ ഒന്നും രണ്ട് സ്ഥാനങ്ങൾ അമേരിക്കയും ചൈനയാണ്. ഓക്കെ, അത് ഇസ് പ്രൊവൈഡഡ്. എണ്ണ ഇറക്കുമതിയിൽ ഏറ്റവും മുന്നിലുള്ള മൂന്ന് രാജ്യങ്ങളിലെ ഏറ്റവും ഒന്നാമത് രണ്ടാമതാണ് ചൈന എന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള ചൈനയ്ക്ക് ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൽ തടസ്സം ഇറാൻ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ചൈനയുടെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്ത് രാജ്യമായിട്ടുള്ള ഇറാനിൽ നിന്നും ചൈനയ്ക്ക് പണി കിട്ടും എന്നുള്ളൊരു അവസ്ഥ വരും. എണ്ണവില ഉയരണമെന്ന് ചൈനയ്ക്കും ആഗ്രഹമില്ല. കാരണം ചൈന എണ്ണ കൺസ്യൂം ചെയ്യുന്ന രാജ്യമാണ്, ഇന്ത്യയെ പോലെ തന്നെ. എന്ന് പറഞ്ഞാൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ്. ഇറാനിൽ ഇസ്രയേൽ അറ്റാക്ക് നടത്തിയപ്പോൾ ആദ്യമായി അതിനെ അപലപിച്ച ഒരു രാജ്യം കൂടാണ് ചൈന. കാരണം ചൈനയും ഇറാനും തമ്മിലുള്ള ബന്ധങ്ങൾ കണക്കിലെടുത്ത്. അപ്പോൾ ഇങ്ങനൊരു അവസ്ഥ ഇറാൻ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ചൈനയുടെ ഭാഗത്തു നിന്നുള്ളൊരു എതിർപ്പോ അല്ലെങ്കിൽ അനിഷ്ടമോ ഉണ്ടാകുമോ എന്നുള്ളൊരു പിന്നെ അവസ്ഥ കൂടി ഒരുപക്ഷെ ഇറാന് ഉണ്ടാകും എന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത്. പക്ഷേ തീർച്ചയായിട്ടും ഈ രാജ്യങ്ങളുടെയൊക്കെ തന്നെ ഇപ്പോൾ പഴയ പോലെ പണ്ടുള്ളതിനേക്കാൾ കൂടുതലായിട്ട് ഈ രാജ്യങ്ങളൊക്കെ തന്നെ ഇപ്പം രണ്ട് പക്ഷത്തുള്ള രാജ്യങ്ങൾ, ഇപ്പോൾ ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ കൂടുതലും ഫുള്ളി അമേരിക്കയും നേറ്റോയിട്ട് ഇൻ്റഗ്രേറ്റഡ് ആണ് അവരുടെ എല്ലാ കാര്യങ്ങളും. ഇപ്പം ഇറാനും ഏകദേശം അവർ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ ചൈനയുടെയും റഷ്യയുടെയും ഒക്കെ തന്നെയാണ്. അപ്പം ഇറാന് റഷ്യയുടെയും ചൈനയുടെയും ഇപ്പം ഓപ്പണായിട്ടുള്ള സപ്പോർട്ട് ഇല്ലെങ്കിൽ തന്നെയും ഹിഡനായിട്ടുള്ള സീക്രട്ടീവായിട്ടുള്ള ഇല്ലേ രഹസ്യമായിട്ടുള്ള സപ്പോർട്ടുള്ള തീർച്ചയായിട്ടുണ്ടാകും. കഴിഞ്ഞ ദിവസം നമ്മൾ റിപ്പോർട്ട് വായിച്ചാണ് ചൈനയുടെ 2 കാർഗോ എയർപ്ലെയിൻസ് ഇറാനിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അത് ആയുധങ്ങൾ കൊണ്ട് എത്തിച്ചേർന്നതായിരിക്കും എന്നുള്ള റിപ്പോർട്ട് നമ്മൾ വായിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് ഒരു വീഡിയോ നമുക്ക് ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിൽ ഇറാൻ ചൈനയ്ക്ക് അലോസരം ഉണ്ടാക്കുന്ന ഇങ്ങനൊരു പ്രവൃത്തി ചെയ്യുമോ എന്നുള്ളത് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. മറ്റു രാജ്യങ്ങളും ഗൾഫ് മേഖലയിലുള്ള മറ്റു രാജ്യങ്ങളെ ഇത് ബാധിക്കും. കാരണം എണ്ണ എക്സ്പോർട്ട് ചെയ്യുന്ന ഗൾഫ് രാജ്യങ്ങൾ, പ്രത്യേകിച്ച് UAE, സൗദി ഇതുപോലുള്ള രാജ്യങ്ങൾ ഒക്കെ തന്നെ പ്രശ്നങ്ങൾ നേരിട്ട് കഴിഞ്ഞാൽ അവരുടെയൊക്കെ എതിർപ്പുകൾ ഇറാന് നേരിടേണ്ടി വരും. ഇപ്പോൾ ഈ രാജ്യങ്ങളൊക്കെ തന്നെ അവർ വളരെ നിശബ്ദമായി നിലപാടെടുക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഇത്രയും പ്രകോപനം ഉണ്ടാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും UAEയും സൗദിയും ഒക്കെ തന്നെ അവരുടെ സ്റ്റാൻഡ് ഓപ്പണായിട്ട് ഡിക്ലെയർ ചെയ്യാനുള്ള സാധ്യത ഉണ്ടാകും. അപ്പം ഇറാനിൽ നിന്ന് ഇങ്ങനൊരു നീക്കം ഉണ്ടാകണമെങ്കിൽ അതിനെ അനുകൂലിക്കാനുള്ള യാതൊരു സാധ്യതയില്ല. ഇപ്പോൾ തന്നെ ഇറാനോട് അത്ര താല്പര്യമില്ലാത്ത, നമുക്കറിയാം സൗദി ഇറാൻ തമ്മിൽ അത്ര നല്ല സുഖകരമായിട്ടുള്ള ബന്ധങ്ങളൊന്നുമല്ല. അതുപോലെ തന്നെ UAE ആയാലും ശരി. പക്ഷേ സൗദി ഇറാനും തമ്മിൽ അത്ര നല്ല ബന്ധമല്ല. അപ്പോൾ ഇതുപോലൊരു പ്രകോപനം ഇറാൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുമെങ്കിൽ തീർച്ചയായിട്ടും സൗദി ഓപ്പണായിട്ട് തന്നെ അവരുടെ നിലപാടുകൾ പ്രകടിപ്പിക്കുകയും അല്ലെങ്കിൽ ഒരുപക്ഷെ ഇറാനെതിരെ ഈ പറഞ്ഞൊരു മേഖലയിൽ തന്നെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകാനുള്ള സാധ്യത. കാരണം ഏറ്റവും വലിയൊരു രാജ്യമായതുകൊണ്ടും ഒക്കെ തന്നെ സൗദിക്ക് ഈ പറഞ്ഞ ഒരു പ്രകോപനത്തെ നേരിടാൻ ഒരു എന്താണ് പറയുന്നത്, ഒരു ബാധ്യത ചിലപ്പോൾ ഉണ്ടാകും. അപ്പോൾ അതിനൊന്നും ഉള്ള വഴി തെളിക്കാതെ ഇറാനും ഇസ്രായേലും മാത്രമായിട്ടുള്ള യുദ്ധമായിട്ട് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിരിക്കും ഒരുപക്ഷെ ഇറാൻ്റെയും താല്പര്യം. അതുപോലെ തന്നെ ഇന്ത്യക്ക് ഇത് വലിയൊരു വെല്ലുവിളിയാണ്. കാരണം ഇന്ത്യ മേടിക്കുന്ന എണ്ണ എല്ലാം തന്നെ ഈ പറഞ്ഞൊരു സ്ട്രേറ്റ് ഓഫ് ഹോർമസിൽ കൂടെയാണ്, പേർഷ്യൻ ഗൾഫിൽ കൂടെയാണ് വെള്ളലേക്ക് വരുന്നത്. അപ്പോൾ ഇന്ത്യ ഈ രാജ്യങ്ങളുമായിട്ട് നല്ല സൗഹൃദത്തിലാണെന്ന് നമുക്കറിയാം, ഇസ്രായേലുമായിട്ടും ഇറാനുമായിട്ടും. അപ്പം ചൈനയോടുള്ള സമീപനം പോലെ തന്നെ ഇറാന് ഇന്ത്യയെ പണക്കേണ്ടി വരും അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും. കാരണം ഇന്ത്യയുടെ പള്ളക്കടിക്കുന്ന ഒരു പരിപാടിയായിട്ട് മാറും അന്നേരം. ഇറാനിൽ നിന്ന് ഇന്ത്യയിൽ നിന്നും പോയിട്ടുള്ള വിദ്യാർത്ഥികളെ യുദ്ധമേഖലയിൽ നിന്നും പുറത്തു കിടക്കാൻ ഇറാൻ സഹായിച്ചു.
പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇടപെട്ട്, മോഡി ഇടപെട്ടെന്ന് പറഞ്ഞാൽ ഓക്കെ, ആരാ പ്രധാനമന്ത്രി എന്നാൽ അവർ ഇടപെട്ടേ പറ്റത്തുള്ളൂ. ഇപ്പം മോഡിയാണ്, മോഡി ഇടപെട്ടെന്നുള്ളൂ. പക്ഷേ ഹോർമോസിലെ ഇങ്ങനൊരു പ്രകോപനം ഇറാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇന്ത്യക്ക് അത് തലവേദന ഉണ്ടാക്കും, ഇന്ത്യക്ക് ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പം തീർച്ചയായിട്ടും ഇന്ത്യക്ക് ഇറാനോട് ഇപ്പോൾ ആ, നമ്മൾ ആ, എന്താ പറയുക, എടുക്കുന്ന ഒരു നിലപാടിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള നിലപാട് നമുക്ക് ചിലപ്പോൾ എടുക്കേണ്ടി വരും. നമുക്ക് ഏകദേശം 17 മില്യൺ ക്രൂഡ് ഓയിൽ ബാരലുകൾ, അതിൽ കൂടുതൽ ഈ ഹോർമോസ് വഴി പ്രതിദിനം ഡെയിലി പോകുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിലേക്കും, കാരണം ഇന്ത്യയുടെ എനർജി, അതായത് ഓയിലിൻ്റെ 80% നമ്മൾ ഇമ്പോർട്ട് ചെയ്യുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു ശതമാനം ഗൾഫിൽ നിന്നാണ്, മിഡിൽ ഈസ്റ്റിൽ നിന്നാണ് നമുക്ക് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ സ്ട്രേറ്റ് ഓഫ് ഹോർമോസിൽ നിന്ന് നല്ലൊരു പങ്ക് എനർജി അല്ലെങ്കിൽ ക്രൂഡ് ഓയിൽ ഇന്ത്യയിലേക്ക് വരുന്നതുകൊണ്ട് ഇന്ത്യക്കും തലവേദന ഉണ്ടാക്കുന്ന, ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതുതന്നെയല്ല, ഗൾഫിലേക്കുള്ള ചെറുതും വലുതായിട്ടുള്ള കയറ്റുമതികളും എല്ലാം തന്നെ, ഇറക്കുമതികളും എല്ലാം തന്നെ ഈ മേഖലയിലാണ്. അപ്പോൾ സ്ട്രേറ്റ് ഓഫ് ഹോർമോസിൽ അല്ലെങ്കിൽ ഹോർമോസ് കടലിടുക്കും ഉണ്ടാകുന്ന ഏതൊരു പ്രതിസന്ധിയും അത് ഇന്ത്യയെയും ചൈനയെയും മറ്റ് രാജ്യങ്ങളെയൊക്കെ തന്നെ വളരെ പ്രതികൂലമായി, ഗുരുതരമായി ബാധിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ വെളിച്ചത്തിൽ ഈ പറഞ്ഞ രാജ്യങ്ങളെ പിണക്കി അല്ലെങ്കിൽ അവരിൽ നിന്നുള്ള എതിർപ്പ് കൂടെ ഇറാൻ സമ്പാദിക്കുവാൻ താല്പര്യപ്പെടുമോ, അല്ലെങ്കിൽ അതിനുവേണ്ടി തയ്യാറാകുമോ എന്നുള്ളൊരു സംശയം നമുക്കുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും അറ്റകൈ പ്രയോഗം എന്ന രീതിയിൽ മാത്രമേ ഒരുപക്ഷെ ഇറാൻ അങ്ങനെ ഒരു പ്രൊവോക്കേഷന് തയ്യാറാകത്തുള്ളൂ. അതല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ നിലനിൽക്കുന്ന രീതിയിൽ യുദ്ധത്തെ മുന്നോട്ട് കുറച്ച് ദിവസം കൂടെ കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ സമാധാന ചർച്ചകൾ ആരംഭിക്കുന്നവരെ, അല്ലെങ്കിൽ സമാധാനം ആം, എന്താണ് പറയുന്നത്, ഉണ്ടാക്കുന്നത് വരെ ഈ യുദ്ധം ഇങ്ങനെ ഇപ്പോൾ നിലനിൽക്കുന്ന രീതിയിൽ തന്നെ മുൻപോട്ട് കൊണ്ടുപോകാനായിരിക്കും ഒരുപക്ഷെ ഇറാൻ ആഗ്രഹിക്കുന്നത്. സ്ട്രേറ്റ് ഓഫ് ഹോർമസിൽ പ്രത്യേകിച്ച് ഒരു പ്രൊവോക്കേഷൻ അല്ലെങ്കിൽ ഒരു പ്രകോപനം ഉണ്ടാക്കരുത് എന്നുള്ളൊരു തീരുമാനം ഒരുപക്ഷെ ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ട്. കാരണം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇറാനെ സപ്പോർട്ട് ചെയ്യുന്ന, നിശബ്ദമായിട്ടും പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും ഇറാനെ സപ്പോർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇറാനെതിരെ നിലകൊള്ളാത്ത രാജ്യങ്ങളെ ഒരുപക്ഷെ അതൃപ്തിപ്പെടുത്താനോ അല്ലെങ്കിൽ അലോസരപ്പെടുത്താനോ ഇറാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും സ്ട്രേറ്റ് ഓഫ് ഹോർമസിൽ പ്രകോപനപരമായിട്ടുള്ള നീക്കങ്ങളൊന്നും ഇറാൻ നടത്തില്ല എന്നുള്ള പ്രതീക്ഷയാണ് നമുക്ക് ഇപ്പോൾ ഉള്ളത്. പക്ഷേ നമുക്കൊന്നും അറിയില്ല, ഇതൊന്നും നമ്മുടെ കൈകളിലല്ല, നമ്മുടെ അറിവിലല്ല. നാളെ എന്ത് സംഭവിക്കുന്നോ, അല്ലെങ്കിൽ രാജ്യം ഏത് തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നോ, നയമെടുക്കുന്നോ നമുക്കറിയില്ല. പക്ഷേ ഇപ്പോൾ ഇറാനുമായി ബന്ധപ്പെട്ട ജിയോ പൊളിറ്റിക്കൽ ഇക്വേഷൻസ് നമ്മൾ വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ പ്രകോപനപരമായിട്ടുള്ളൊരു നീക്കം ഇറാൻ നടത്താനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ഇതാണ് നമുക്ക് ഈ ടോപ്പിക്കിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇത്രയും പറഞ്ഞിട്ട് നമുക്ക് ഈ ടോപ്പിക്കോട് അവസാനിപ്പിക്കാം. മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം, ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ.